രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അയോധ്യ രാമക്ഷേത്രവും അവിടുത്തെ അഴിമതിയും. കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസവും കോടിക്കണക്കിന് രൂപയുടെ സംഭാവനകളും ഒന്നിച്ചുകൂടിയ ഈ ക്ഷേത്രത്തെ പലരും ചേർന്ന് കൊള്ളയടിച്ചിരിക്കുകയാണ്. ആദ്യം ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു ആരോപണമാണെന്ന് പലരും തള്ളിക്കളഞ്ഞു. എന്നാൽ ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അഥവാ SIT പുറത്തുവിട്ട ഇടക്കാല റിപ്പോർട്ട് നിരവധി ഗുരുതര വീഴ്ചകൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതേസമയം റിപ്പോർട്ട് ചില നിർണായക ചോദ്യങ്ങൾക്ക് ഇന്നും മറുപടി നൽകുന്നില്ലെന്ന് വിമർശനവുമുണ്ട്. ആദ്യം സംഭവത്തിലേക്ക് വരാം. രാമക്ഷേത്രത്തിലെ ഭണ്ഡാര പെട്ടികളിൽ നിന്നുള്ള പണവും മറ്റു വഴിപാടുകളും കണക്കാക്കുന്ന ജീവനക്കാരിൽ നിന്ന് ചിലർ പണം തട്ടിയെടുത്തുവെന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്ഷേത്ര ട്രസ്റ്റ് തന്നെ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ SIT രൂപീകരിച്ചു. 6 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം 9 പേജുള്ള ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ടിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടെത്തൽ എന്താണ്? CCTV ദൃശ്യങ്ങളിൽ 40 ദിവസത്തിനിടെ ഏകദേശം 70 തവണ ജീവനക്കാർ പണം ഒളിപ്പിക്കുന്നതായി കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. പണം പോക്കറ്റിലും വസ്ത്രത്തിനുള്ളിലും ചെരുപ്പിലും വരെ ഒളിപ്പിച്ചുവെന്ന് കണ്ടെത്തൽ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ക്രമമായി ആവർത്തിക്കപ്പെട്ട രീതിയാണെന്ന് SIT വിലയിരുത്തുന്നു. ഇതിലും ഗുരുതരമായ കാര്യം, ക്ഷേത്രത്തിലെ സുരക്ഷാ സംവിധാനത്തിൽ വലിയ വീഴ്ചകൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഉദാഹരണത്തിന്, പണം എണ്ണുന്ന മുറിയിലേക്ക് പ്രവേശിക്കുമ്പോഴും പുറത്തു വരുമ്പോഴും ശരിയായ പരിശോധനയില്ല. പല ഹുണ്ടികളിലെയും പണം ഒരുമിച്ച് കലർത്തിയാണ് എണ്ണിയത്. വ്യക്തമായ രേഖകൾ സൂക്ഷിച്ചില്ല. CCTV നിരീക്ഷണത്തിലും കുറവുകളുണ്ടായിരുന്നു. മേൽനോട്ടം ഫലപ്രദമായില്ല. അതായത് ഒരു ദേശീയ പ്രാധാന്യമുള്ള മതസ്ഥാപനത്തിൽ ഇത്രയും വലിയ സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും കൃത്യമായി നടപ്പിലാക്കിയില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇപ്പോൾ മറ്റൊരു പ്രധാന കാര്യം, SIT റിപ്പോർട്ട് 6 പേരുടെ പേരുകൾ ചൂണ്ടിക്കാട്ടി ഇവർക്കെതിരെ കേസെടുക്കാൻ ശുപാർശ ചെയ്യുന്നു. എന്നാൽ വിമർശനമുയരുന്നത് മറ്റൊരു കാരണത്തിലാണ്. ഇത്ര വലിയ ക്രമക്കേട് നടന്നപ്പോൾ മേൽനോട്ടം വഹിച്ചിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം എവിടെയാണ്? അവരുടെ പങ്കിനെ കുറിച്ച് വ്യക്തമായ വിശദീകരണം റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് നിരീക്ഷകർ പറയുന്നത്. പ്രത്യേകിച്ച് ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള മുതിർന്നവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് വ്യക്തതയില്ലെന്ന റിപ്പോർട്ടിനെ വിമർശിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ തീരുന്നില്ല. SIT റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നത് സുരക്ഷാ വീഴ്ചകളാണ്. പക്ഷേ മൊത്തം എത്ര രൂപ നഷ്ടപ്പെട്ടു? എത്ര വർഷമായി ഇത് നടക്കുന്നു? എല്ലാ പ്രതികളെയും കണ്ടെത്തിയോ? സംഭാവനയായി ലഭിച്ച സ്വർണവും വെള്ളിയും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും സംബന്ധിച്ച എല്ലാ ആരോപണങ്ങളും പൂർണ്ണമായി പരിശോധിച്ചോ? ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരമില്ലെന്നാണ് റിപ്പോർട്ടിനെ വിലയിരുത്തുന്ന മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇത് ഇപ്പോഴും ഒരു ഇടക്കാല റിപ്പോർട്ട് മാത്രമാണ്. അന്വേഷണം തുടരുകയാണ്. ഇതിനിടെ മറ്റൊരു നിർണായക സംഭവം നടന്നു. വിവാദത്തിന് പിന്നാലെ ട്രസ്റ്റിൽ ചില മുതിർന്ന ഭാരവാഹികൾ രാജിവെച്ചു. കൂടാതെ ഭാവിയിൽ ഭരണ നടപടികൾ കൂടുതൽ സുതാര്യമാക്കാൻ ഒരു CEOയെ നിയമിക്കുന്നതും ട്രസ്റ്റ് പരിഗണിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. അതായത് പ്രശ്നം സംഭവിച്ചിട്ടില്ല എന്നാരും പറയുന്നില്ല. സംവിധാനത്തിൽ വീഴ്ചകൾ ഉണ്ടായിരുന്നുവെന്ന് ട്രസ്റ്റും അംഗീകരിക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ഒരു മതത്തെക്കുറിച്ചുള്ള വിഷയമല്ല. ഇത് വിശ്വാസത്തിന്റെ പേരിൽ ജനങ്ങൾ നൽകിയ പണത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള വിഷയമാണ്. ഹിന്ദു ക്ഷേത്രമാകട്ടെ, മസ്ജിദാകട്ടെ, ക്രിസ്ത്യൻ പള്ളിയാകട്ടെ, ഗുരുദ്വാര ആകട്ടെ, ജനങ്ങളുടെ സംഭാവന സ്വീകരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരേ നിലവാരത്തിലുള്ള സുതാര്യതയും കണക്കെടുപ്പും ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കണം. കാരണം വിശ്വാസം എന്നത് ചോദ്യം ചെയ്യാനാവാത്ത ഒന്നല്ല,